വെറൈറ്റി ആയിട്ട് നമുക്കൊരു മാഗി കുറച്ച് മുട്ടയും വെച്ചിട്ടൊരു പുതിയ ഡിഷ് ഉണ്ടാക്കിയാലോ? കണ്ടൊത്തിരി പറയാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ മാഗി കിട്ടിയില്ല, 2 ഇപ്പി നൂഡിൽസാണ് ഞാൻ കൊണ്ടുവരിക്കുന്നത്. പിന്നെ ഒരു സവാള, 2 ക്യാരറ്റ്, തക്കാളി, ബീൻസ്, പിന്നെ കുറച്ച് മുട്ട. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് അറിയാവുന്നത് കറക്റ്റ് വേവുള്ളത്. ഓക്കെ, ഇത് നമുക്ക് നേരെ കിച്ചണിൽ പോകാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പൊട്ടിച്ചിട്ട് ഇതിന് മസാല മാറ്റി വെച്ചിട്ട് ഇത് മാത്രം നമുക്ക് താപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, സവാള, തക്കാളി പെടുന്നത്. തക്കാളി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് വരട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തക്കാളി ഇട്ടാൽ മതി. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ബാക്കിയുള്ള തക്കാളി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി കുറച്ച് ഉപ്പിടും. ഉപ്പിടുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ നമ്മൾ ഇതിൽ 3 മുട്ട പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മുടെ ഫൈനൽ പോയിന്റ് ആയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാഗി അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഡിഷ് വീഡിയോ എടുക്കില്ലേ. അപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മസാല 2 പൊട്ടിച്ചിടാം. എല്ലാം കൂടെ ഒന്ന് ഫുൾ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചു നോക്കാനായിട്ട് വൈഫിനെ വിളിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ട് നോക്കൂ. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാമോ? ഓക്കെ, സൂപ്പർ എന്ന് പറയാം. അപ്പം അങ്ങനെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്, തകർത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സീ യു ദെൻ, ബൈ ബൈ.